നമസ്കാരം. ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന ഈ അസ്ഥിയുരുക്കം എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അത് നമ്മൾ എന്തൊക്കെ മരുന്ന് ചെയ്ത് ഈ രോഗം പൂർണ്ണമായിട്ട് മാറിയാലും മനപ്രയാസം, പിന്നെ എരി, പുളി, ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ളത് അമിതമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതിന് വളരെ എളുപ്പം, അതായത് ഒരു ഒറ്റമൂലി ഔഷധത്തെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അസുഖമുള്ളവർ നമ്മുടെ അങ്ങാടിക്കടയിൽ പോയിട്ട് കോലരക്ക് എന്ന് പറയുന്ന ഒരു മരുന്നിനെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ആ കോലരക്കിനെ കൊണ്ടുവന്ന് നമ്മൾ ശകലം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് നന്നായിട്ട് പൊടിക്കണം. ശകലം കുറച്ചെടുത്തിട്ട് പൊടിക്കുക, വളരെ കുറച്ചെടുത്ത് പൊടിച്ചൊരു 1/4 ടീസ്പൂണോളം പൊടിച്ച് റെഡിയാക്കിയതിന് ശേഷം പിന്നെ വേണ്ടുന്നത് അടുത്ത വസ്തു എന്ന് പറയുന്നത് കദളിപ്പഴമാണ്. അതായത് ഈ 1/4 ടീസ്പൂൺ പൊടിച്ചെടുത്ത ഈ കോലരക്കിന്റെ പൗഡർ, ഇത് ഒരു ഒറ്റമൂലി മരുന്നാണ്. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്, അസുഖം വളരെ ഭേദമാവുന്നതുമാണ്. അപ്പോൾ തന്നെ ഈ അരക്ക് പൊടിച്ചതിന്റെ പൗഡർ 1/4 ടീസ്പൂൺ എടുത്തതിന് ശേഷം ഒരു കദളിപ്പഴവുമായിട്ട് നന്നായിട്ട് ഞെവിടി, കദളിപ്പഴം തന്നെ വേണം, ഈ പൊടി കദളിപ്പഴവുമായിട്ട് നന്നായിട്ട് ഞെവിടിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിക്കേണ്ടതാണ്. രാവിലെ കഴിക്കുകയും അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കാച്ചിയ പശുവും പാല് ഒരു ഗ്ലാസ് കൂടെ കഴിക്കുകയും ചെയ്യുക. ഇങ്ങനെ തുടർന്ന് രാവിലെയും അതുപോലെ വൈകിട്ട് ആഹാരമൊക്കെ കഴിച്ച് കിടക്കാൻ നേരവും ഇത് ചെയ്യുക. അങ്ങനെ തുടർന്ന് ഒരൊറ്റയാഴ്ച തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അപ്പോൾ എരി, പുളി ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ വളരെ കുറയ്ക്കുകയും എടുക്കുകയും ഒക്കെ വേണം. ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.